ഹൈ ബത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. കൈയടിച്ച് ചിരിച്ച് ക്ഷീണിച്ചു. അത്രയും ഒരു ടൈലർ മെയ്ഡ് ഓണപ്പടം, കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ്. ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒറ്റയ്ക്കോ കപ്പിളായിട്ടോ ഒക്കെ ഈ ഓണത്തിന് പോയി കണ്ട് ചിരിച്ച് ആസ്വദിച്ച് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു പക്ക ഓണം വിന്നർ പടം. ഹ്യൂജ് താങ്ക്സ് ടു ഗിരീഷ് ഷേഡി. പ്രേമലുവിന് ശേഷം ചെയ്യുന്ന പടമാണ്, അപ്പൊ അത്രയും ഹൈ എക്സ്പെക്ടേഷൻസ് ആണ്. ഏത് എക്സ്പെക്ടേഷനിൽ പോയി കണ്ടാലും ഈ പടം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്, ഒരുവിധം പ്രേക്ഷകർക്കൊക്കെ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്രേമലുവിനേക്കാളും മേലെ നിൽക്കുന്ന പടമാണ് എനിക്ക്. പ്രത്യേകിച്ച് ഞാനൊരു നിവിൻ ഫാനാണ്. നിവിന്റെ ചില എക്സ്പ്രഷൻസ്, നിവിന്റെ ഒരു നാണൊക്കെ കാണിക്കുന്ന സീനുണ്ട്, അത് കണ്ടിട്ട് ഞാൻ കൈയടിച്ചു. സർവമായിലും നിവിൻ, അത് നിവിൻ തിരിച്ചു വന്നു എന്ന് പറയാൻ പറ്റില്ല. സർവമായില് നിവിൻ ഓൾറെഡി കിഡുവായിട്ട് തിരിച്ചു വന്നതാണ്. അപ്പൊ ഇത് ഭയങ്കര നിവിനെ ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള പടം. നിവിന്റെ ആ ഒരു സേഫ് സോൺ സൈഡ് ഒരു രക്ഷയില്ല. നിവിൻ മമിത കെമിസ്ട്രി ആയാലും, പിന്നെ സുരേഷ് കൃഷ്ണ മുതൽ എല്ലാ ആക്ടേഴ്സും, സുരേഷ് കൃഷ്ണ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, വിനയ് ഫോർട്ട്, പിന്നെ മമിതയുടെ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളവര് എല്ലാവരും, നിവിന്റെ അച്ഛനമ്മ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാര് എല്ലാവരും കിടിലൻ, ഒന്നും പറയാനില്ല. പിന്നെ ടെക്നിക്കലി പടത്തിന്റെ പ്രൊഡക്ഷൻ അറിയാലോ, ഭാവന സ്റ്റുഡിയോസ് അവർ കിഡുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഗിരീഷ് ഷേഡിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. വിഷ്ണു വിജയുടെ മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് പക്കയാണ്. പടം എവിടെയും കട്ട് ചെയ്ത് പോകേണ്ട ഒരു സീന് നമുക്ക് ഫീൽ ചെയ്യില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഓണത്തിന് റിപ്പീറ്റ് വാച്ച് അർഹിക്കുന്ന ഒരു സിനിമ, അതായിരുന്നു ഓണത്തിന് വേണ്ട ഒരു പടം. അങ്ങനെയുള്ള ഒരു പടമാണ്. ഇനി ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ പോയി കാണാൻ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ഇനിയും പോയി കാണും. കിടിലൻ പടം. ആസ് എ നിവിൻ പോളി ഫാൻ, ആസ് എ ഗിരീഷ് ഷേഡി ഫാൻ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആടിപ്പൊളി പടം, കിടിലൻ പടം.